എൻ്റെ പെണ്ണ് ഭാഗം 1. 6 വർഷം. അതെ, നീണ്ട 6 വർഷമായിരിക്കുന്നു ഒന്ന് നേരിൽ കണ്ടിട്ട്. കണ്ടു കൊതിതീരും മുന്നേ പോയതാ എന്നെ വിട്ട് കണ്ണെത്താ ദൂരത്തേക്ക്. ആഗ്രഹമുണ്ട് ഒന്ന് കാണാൻ, ആ നെഞ്ചിലെ ചൂടിൽ ഒന്ന് മയങ്ങാൻ. പക്ഷെ അതിനൊപ്പം ഭയവും തന്നെ കീഴ്പ്പെടുത്തുന്നു. ഷാഹിനയുടെ മനസ്സ് സന്തോഷത്തോടൊപ്പം അസ്വസ്ഥവുമായിരുന്നു. ഷാഹി, ഈ എന്താടാ ചെയ്യുന്നേ? റൂമിൽ നിന്നൊന്ന് പുറത്തേക്ക് വന്നാ. മൻഹമോള് ഒരു സമാധാനവും തരുന്നില്ല ഈ കുട്ടീനെ കൊണ്ട്, അവർ ദേഷ്യത്തോടെ പറഞ്ഞു. ഇക്കാടെ ഉമ്മയാ, മോളെ അവിടെ ഉമ്മാനിട്ട് വട്ടം കറക്കുന്നുണ്ടാവും. ഷാഹി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ തന്നെ കണ്ടു ഇക്കാന്റെ സഹോദരിമാരുടെ കുട്ടികളുടെ ഒപ്പം കളിക്കുന്ന മോളെ. എന്താ അമ്മ? അവൾ പതിയെ ഉമ്മയോട് ചോദിച്ചു. അവൾ അങ്ങനെയാണ്, പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു പെണ്ണ്. അത്രയും പാവമാണവൾ. ആരെന്ന് പറഞ്ഞാലും മറത്തൊന്നും പറയാൻ അവൾക്കറിയില്ല. ആ, ഈ വന്നോ? മോളൊന്ന് അകത്തേക്ക് കൊണ്ടുപോയിക്ക. ആളോള് വരുന്നത് കണ്ടില്ലേ? എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അവളാണെങ്കിൽ ആയിഷാടെ ചെക്കനെ നല്ലോണം വികൃതി കാണിക്കുന്നുണ്ട്, ഉമ്മ പറഞ്ഞു. ഷാഹി ശരി എന്ന പോലെ തലകുലുക്കി കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോയി. ഷാഹി, മൻഹമോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് വേഗം ഇങ്ങോട്ട് വാ. ഇവിടെ ഒരു കൂട്ടം പണിയുണ്ട്. ഈ അതിനിടയിൽ അകത്തു പോയിരുന്നാൽ ശരിയാവൂല, ആയിഷ ഗൗരവത്തിൽ പറഞ്ഞു. അതിനും ഷാഹി ശരിയെന്ന് തലകുലുക്കി വേഗം അടുക്കളയിലേക്ക് പോയി. അവിടെ ഉമ്മയുടെ അനിയത്തിയും മറ്റു കുടുംബക്കാരും ഉണ്ട്. അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മോൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്ത് അവിടെ നിന്ന് തന്നെ വാരിക്കൊടുക്കാൻ തുടങ്ങി. എളേമയും മറ്റുള്ളവരും തന്നെ കളിയാക്കുന്നത് പോലെ നോക്കുന്നത് കണ്ടു. അത് കണ്ട് വിഷമം തോന്നിയെങ്കിലും കണ്ടില്ലാന്ന് നടിച്ചു. അല്ലെങ്കിലും അതന്നെയാണല്ലോ എൻ്റെ ശീലം, അവൾ മനസ്സിൽ ചിന്തിച്ചു. എൻ്റെ ആഷിഖ് മോന് ഇത് 29ാമത്തെ വയസ്സാ. കണ്ട അതും തോന്നൂല. ഇപ്പൊ കണ്ടാലും ഒരു 24 വയസ്സൊക്കെ തോന്നൂ. ഓനന്ന് പോകുമ്പോൾ ഇവള് ചെറിയ പെണ്ണായിരുന്നു. പക്ഷെ ഇപ്പോൾ 6 വർഷമായില്ലേ, ഇപ്പോഴും ഓനൊരു മാറ്റവും. പക്ഷെ ഇവളെ കണ്ടാലോ ഒരു 38 വയസ്സ് ആര് കണ്ടാലും പറയും. ഒരുമാതിരി തള്ളാരെ പോലെ ആയിട്ടുണ്ട് ഷാഹി എന്നെ കാണാൻ. എന്താ അനക്ക് വെറും തീറ്റ തന്നെ ജോലിയുള്ളൂ ഇവിടെ? ആഷി കണ്ട ഇനി എൻ്റെ കൂടെ എങ്ങനെ ജീവിക്കുന്ന എൻ്റെ സംശയം, അവജ്ഞ നിറഞ്ഞ ശബ്ദത്തിൽ അവര് പറഞ്ഞു. ഷാഹിയിൽ നിന്നൊരു തേങ്ങൽ പുറത്തു വന്നു. അവളുടെ തടിച്ച ശരീരം കരയുന്നത് എടുത്തു കാണിക്കുന്നത് പോലെ വിറച്ചുകൊണ്ടിരുന്നു. ആ പാവം പെണ്ണിന് കരയാനല്ലാതെ ഒന്നിനും കഴിയുമായിരുന്നില്ല. ഈ എങ്ങട്ടാ? കുഞ്ഞിന് കഴിക്കാൻ കൊടുത്ത ശേഷം അവളെയും എടുത്ത് പോവാൻ നോക്കുന്ന അവളെ കണ്ട് എളേമ ചോദിച്ചു. ഷാഹി പെട്ടെന്ന് കണ്ണു തുടച്ച് അവരെ നോക്കി പുഞ്ചിരിച്ചു. മോളെ ഉറക്കാൻ, അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. വേഗം ഉറക്കിയിട്ട് വരണം. ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിക്കണ കണ്ടില്ലേ? അവളുടെ കൂടെ കിടന്ന് ഈ ഉറങ്ങിപ്പോണ്ട, അല്ലെങ്കിലേ തടിച്ച ആനയെ പോലെ ആയിട്ടുണ്ട്. ഇനി പകലുറക്കവും കൂടി വേണ്ട. താത്ത പറഞ്ഞിരുന്നു അനക്ക് ഉച്ചയ്ക്ക് ഇടക്കൊരു ഉറക്കണ്ടെന്ന്. അതെന്റെ ശരീരം കാണുമ്പോൾ തന്നെ മനസ്സിലാവണുണ്ട്, അവർ പുച്ഛത്തോടെ പറഞ്ഞു. അവിടെ കൂടി നിന്നവർ അവളെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ശരിയെന്ന പോലെ തലകുലുക്കി റൂമിലേക്ക് നടന്നു. മൻഹമോളെ ബെഡിലിരുത്തി അവൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് സ്വന്തം രൂപത്തിലേക്ക് നോക്കി നിന്നു. എന്തിനോ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. തടിച്ച ശരീരവും തൂങ്ങിയ മാറുകളും ചാടിയ വയറും അവളെ സ്വയം കളിയാക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു പെയ്തു. ഉമ്മ എന്തിനാ കരയുന്നേ? മൻഹമോൾ ചോദിച്ചു. ഷാഹി പെട്ടെന്ന് അവളുടെ കണ്ണുകൾ തുടച്ച് മോളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്ത് പോയിരുന്നു. ഉമ്മ കരഞ്ഞില്ലല്ലോ, ഉമ്മാന്റെ പൊന്ന് ഉറങ്ങിക്കോ, അവൾ വാത്സല്യത്തോടെ പറഞ്ഞു. മൻഹ തലകുലുക്കി ബെഡിൽ കിടന്നു. ഷാഹി അവൾക്കടുത്തേക്ക് കിടന്ന് മോളെ നെഞ്ചോരം ചേർത്ത് കിടത്തി. ഉപ്പച്ചി എപ്പോഴാ ഉമ്മ വരിക? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. വരും, ഇന്ന് വരും മോളെ. രാത്രി ആവുമ്പോഴേക്കും മോളുടെ ഉപ്പച്ചി വരും, അവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ കുഞ്ഞു മുഖം വിടരുന്നത് കണ്ട് ഷാഹി വാത്സല്യത്തോടെ അവളുടെ കവിളിൽ ചുംബിച്ചു. മോളുറങ്ങിക്കോ, അവൾ പതിയെ പറഞ്ഞു. അവൾ മൂളിക്കൊണ്ട് ഉമ്മയുടെ ചൂടിൽ പതിയെ കണ്ണുകൾ അടച്ചു. ഷാഹിയുടെ മനസ്സിൽ തൻ്റെ പഴയകാലം തെളിഞ്ഞു. ഷാഹി നന്നേ വെളുത്ത് സുന്ദരിയായൊരു പെൺകുട്ടി. ആവശ്യത്തിന് ഉയരമുണ്ടെങ്കിലും മെലിഞ്ഞ ശരീരമായിരുന്നു അവൾക്ക്. കവിളിൽ തെളിഞ്ഞു കാണുന്ന നുണക്കുഴി അവളുടെ ഭംഗി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നത് പോലെ തോന്നി. അന്നവൾ ഡിഗ്രി 2ാം വർഷം പോയിക്കൊണ്ടിരിക്കുന്ന സമയം. വീട്ടിൽ അവൾക്ക് ഒരുപാട് കല്യാണാലോചനകൾ വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴേ അവൾക്ക് കല്യാണം വേണ്ട, പഠിക്കണം, അതാണ് അവളുടെ ആഗ്രഹമെന്ന് അവൾ അവളുടെ വീട്ടുകാരോട് പറഞ്ഞതാണ്. പക്ഷേ ആര് കേൾക്കാൻ? അവളുടെ വാക്കുകൾക്ക് ആരും ചെവി കൊടുത്തില്ല. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. ആഷിഖ്, അതായിരുന്നു അയാളുടെ പേര്. വെളുത്ത് കുറച്ച് തടിച്ച ശരീരം, നല്ല ഭംഗിയുള്ള കാപ്പി കണ്ണുകൾ. 23 വയസ്സേ ആയിട്ടുള്ളൂ അയാൾക്കപ്പോൾ. കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. പക്ഷേ ഇത്ര ചെറുപ്പത്തിലെ ഒരു കുടുംബത്തെ നോക്കാൻ എന്നെക്കൊണ്ട് കഴിയുമെന്ന് ആകുലത ഉണ്ടായിരുന്നു.
ആഷിഖിന്റെ മഹർ സ്വീകരിച്ച് അവന്റെ ഭാര്യയായി ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ചൊല്ലി ഒരിക്കലും ഈ കുടുംബത്തിൽ ഒരു വേദന ഉണ്ടാവരുതെന്നേ പടച്ചവനോട് പറഞ്ഞിട്ടുള്ളൂ. ആദ്യ രാത്രിയിൽ അവന്റെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭയമായിരുന്നു മനസ്സിൽ. ഇനി തന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് അറിയില്ല. അതേ പേടിയോടെ അവന്റെ റൂമിലേക്ക് കയറി അവൾ വാതിലടച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അവളെ പുഞ്ചിരിയോടെ നോക്കി ബെഡിലിരിക്കുന്ന ആഷിയെ. അവൾ പതിയെ പതിയെ അവനടുത്തേക്ക് ചെന്ന് നിന്നു. ഇരിക്കെ. അവൻ അവനടുത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവള് ഭയത്തോടെ അവന്റെ അടുത്തിരുന്നു. കുറച്ചുനേരം ഇരുവർക്കുമിടയിൽ നിശബ്ദത തളം കെട്ടി. പതിയെ അവൻ അവളുടെ കൈകൾക്ക് മീതെ അവന്റെ കൈ വെച്ചു. അവൾ വിറച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ആരെയും മയക്കുന്ന പുഞ്ചിരിയാണ്. പതർച്ചയോടെ അവൾ തല താഴ്ത്തി. അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്തു. അവളെ എതിർക്കാതെ അവന്റെ നെഞ്ചോട് ചാഞ്ഞു. അവൻ അവളോട് സംസാരിക്കാൻ തുടങ്ങി. പഠിത്തൊക്കെ കഴിഞ്ഞ് ഉപ്പാന്റെ കൂടെ ഞങ്ങളുടെ ഒരു കടയിൽ പോയിക്കൊണ്ടിരുന്ന സമയം ഇടയ്ക്ക് ഏതോ ഒരു ലോഡ് വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നോട് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഉപ്പ. ബൈക്കിൽ അവരെ കാത്ത് വഴിയോരത്ത് നിൽക്കുമ്പോഴായിരുന്നു കൂട്ടുകാരികളുടെ ഒപ്പം നടന്നു വരുന്ന ആ സുന്ദരിയെ കണ്ടപ്പോൾ തന്നെ അവള് കൽബിൽ അങ്ങോട്ട് കയറിയിരുന്നു. പിന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ അവളോട് നേരിട്ട് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കൂട്ടുകാരോടൊപ്പം സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും അവൾ മറ്റാരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയും എൻ്റെ കണ്ണിൽ അവളോടുള്ള മുഹബത്തും ഒരിക്കലും അവളും കണ്ടിരുന്നില്ല. അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ അവളോട് നുരഞ്ഞു പൊന്തുന്ന പ്രണയത്തോടെ ആദ്യമായി അവളുടെ നെറുകയിൽ ചുംബിച്ചു. അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഇഷ്ടം കൊണ്ടാ അവൻ്റെ പതിഞ്ഞ ശബ്ദം. അവളൊന്നും മിണ്ടിയില്ല. വീട്ടിലോൾക്ക് കല്യാണാലോചനകൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. എൻ്റെ വീട്ടിലും എനിക്ക് കല്യാണം നോക്കുന്നുണ്ടായിരുന്നു. ഒരു കൂട്ടുകാരൻ വഴി ഇങ്ങനൊരു കുട്ടിയുണ്ടെന്ന് ഉപ്പാനോട് പറഞ്ഞു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ആ സുന്ദരി പെണ്ണ് ഈ ആഷിയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുക. പ്രണയം നിറഞ്ഞ അവൻ്റെ സ്വരം. അത്രമേൽ ആർദ്രമായ അവൻ്റെ സ്വരത്തിൽ അവൾ ആദ്യമായി അവനെ നോക്കി പുഞ്ചിരിച്ചു. അത് കാണെ അവൻ്റെ മനസ്സും സന്തോഷത്താൽ തുടികൊട്ടി. കാത്തിരുന്നോളാം, ഈ ആഷി എത്ര ദിവസം വേണേലും കാത്തിരുന്നോളാം. എനിക്കറിയാം എൻ്റെ ഷാഹിക്ക് എൻ്റെ മാത്രമാവാൻ സമയം വേണമെന്ന്. അതുവരെയും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ അതുവരെയും എന്നോട് അകൽച്ച കാണിക്കരുത്. അതെനിക്ക് സഹിക്കൂല. അവൻ കുഞ്ഞു കുട്ടികൾ പറയുന്നത് പോലെ അവളോട് പറഞ്ഞു. അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. അന്നവൾ മയങ്ങിയത് അവൻ്റെ നെഞ്ചിൻ്റെ ചൂടിലായിരുന്നു. അവൾക്കും അവനോടൊരു ഇഷ്ടം തോന്നാൻ തുടങ്ങിയിരുന്നു. ദിവസങ്ങൾ പോയി മറഞ്ഞു. അവരുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ അവൾ ആഷിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. എല്ലാവരോടും നല്ല സ്നേഹമാണ്. ഉമ്മയും ഉപ്പയും ഒരു താത്തയും അനിയത്തിയും അടങ്ങുന്നൊരു കുഞ്ഞു കുടുംബം. ആ കുടുംബത്തിൽ ഇന്ന് അവളും. ആയിഷ, അതാണ് ആഷിയുടെ താത്തയുടെ പേര്. ആളെ കാണാൻ നല്ല സുന്ദരിയാണ്. കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2 വർഷം കഴിഞ്ഞു. ആൾക്കൊരു മോനാ. താത്താൻ്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു. ഇപ്പോൾ മോൻ വന്ന ശേഷം നാട്ടിൽ തന്നെയാ. ആഷിഖാൻ്റെ അനിയത്തി അമീറ. ഓളിപ്പോൾ 10ൽ പഠിക്കുക. ആളൊരു പാവാ. ഇന്നെ നല്ല ഇഷ്ടാ. പക്ഷെ താത്താക്ക് എന്നോട് എന്തോ ഒരു ദേഷ്യം പോലെ. തൊട്ടേനും പിടിച്ചേനും എന്നോട് ദേഷ്യപ്പെടുന്ന കാണാം. അത് ഉമ്മ അങ്ങനെ തന്നെയാ. ആദ്യമൊക്കെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരിക്കൽ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവൻ അത് പറഞ്ഞു. ഞാൻ ഷാഹിക്കിയുടെ അടുത്തൊരു കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. ഓളിവിടെ വെറുതെ ഇരിക്കല്ലേ, ഏതായാലും 2nd ഇയർ അല്ലേ, അത് പൊക്കോട്ടെ. അവൻ പറഞ്ഞു. അതെങ്ങനെ ശരിയാവും ആഷി? ഓളെവിടെ കെട്ടിച്ചുകൊണ്ട് വന്നിക്കണത് പഠിപ്പിക്കാൻ വിടാനാണോ? ഉമ്മാക്കൊരു കൂട്ട് വേണ്ടേ? ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും. ആമിയാണെങ്കിൽ പഠിക്കാനും പോവും, ഉപ്പ കടയ്ക്കും പോവും. അനക്കാണെങ്കിൽ ഗൾഫിൽ നിന്ന് വിസ ശരിയാക്കണമെന്നല്ലേ പറഞ്ഞ്? അപ്പോൾ ഇയ്യും അങ്ങോട്ട് പോയാ ഉമ്മാക്ക് പിന്നെ ആരാ? അതുകൊണ്ട് ഓളിനി പഠിക്കാനൊന്നും പോണ്ട, ഇവിടെ നിൽക്കട്ടെ. ഈടെ 100 കൂട്ടം പണിയുണ്ട്. ആയിഷ ദേഷ്യത്തോടെ പറഞ്ഞു. അത് ഈയാണോ തീരുമാനിക്കുക? ഓള് ഇൻ്റെ ഭാര്യയാ. അപ്പോൾ ഓളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. അവനും ദേഷ്യത്തോടെ പറഞ്ഞു. ഇപ്പം എനക്ക് സമാധാനമായല്ലോ ആങ്ങളെയും പെങ്ങളെയും തമ്മിൽ തെറ്റിച്ചപ്പോൾ? ഏറിയ ദേഷ്യത്തോടെ ആഷിയുടെ ഉമ്മ ഷാഹിയോട് ചോദിച്ചു. ഷാഹി അവരെ ഞെട്ടിക്കൊണ്ട് നോക്കി. ഇതൊന്നും താൻ അറിഞ്ഞിട്ടില്ലെന്ന് ഉറക്കെ പറയാൻ അവൾക്ക് തോന്നി. പക്ഷെ അവൾ ഒന്നും മിണ്ടാതെ കരഞ്ഞോണ്ടിരുന്നു. ഇങ്ങളെന്തിനാ ഓളോട് ദേഷ്യപ്പെടുന്നേ? ഓളിതൊന്നും അറിഞ്ഞിട്ടില്ലമ്മ. ഇത് എൻ്റെ തീരുമാനാ. അതിലിവൾക്ക് ഒരു പങ്കുമില്ല. അവൻ ശാന്തമായി പറഞ്ഞു. പിന്നെയും അതിനെ ചൊല്ലി അവിടെ വഴക്ക് നടന്നു. ഉപ്പയും അമീറയും മൗനമായിരുന്നു. ഏറെ നേരം ആ വഴക്ക് കേട്ടു നിൽക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല. എനിക്ക് പഠിക്കാൻ പോണ്ടിക്ക. എനിക്ക് ഇഷ്ടമല്ല പോവാൻ. ഞാൻ ഇവിടെ നിന്നോളാം, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണെ അവന്റെ നെഞ്ചു നീറി. പൊന്നെ! അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു. അവൾ ആ നെഞ്ചിൽ പതുങ്ങി നിന്നു. എനിക്ക് പഠിക്കണ്ടിക്ക. എന്നെ ചൊല്ലി നിങ്ങളാരും വഴക്കുണ്ടാക്കല്ലേ. എനിക്കത് സഹിക്കുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവന്റെ കണ്ണുകളും നിറഞ്ഞുപോയി. അവൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ആ, അത്രേ ഉള്ളൂ ഷാഹി കാര്യം. പെൺകുട്ടികളെ വേറൊരു വീട്ടിലേക്ക് കെട്ടിച്ചുകൊണ്ടുവരുന്നത് അവരെ വീണ്ടും പഠിപ്പിക്കാനല്ല. ആ പുരയും അവിടെയുള്ള ആളുകളെ നോക്കി ഓന്റെ കുട്ടികളെയും പ്രസവിച്ച് കഴിയാനാ. അതല്ലേ ഞാനും കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ പോവാതിരുന്നേ? ആയിഷ പുച്ഛത്തോടെ പറഞ്ഞു. അതിന് ദേഷ്യത്തോടെ എന്തോ പറയാൻ നിന്ന അവനെ അവള് കണ്ണുകൾ കൊണ്ട് വിലക്കി. ആഷി ദേഷ്യത്തോടെ മുറിയിലേക്ക് പോയി. ഷാഹി ടേബിളിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ എടുത്ത് അടുക്കളയിലേക്കും. പാത്രം കഴുകുമ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു താത്താന്റെ മുറുമുറുപ്പുകൾ. കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിലും അവള് പാത്രങ്ങൾ വേഗം കഴുകി വെച്ച് റൂമിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ കണ്ടു ബെഡിൽ കണ്ണിന് കുറുകെ കൈവച്ച് കിടക്കുന്ന തന്റെ പ്രാണനെ. വാതിലടച്ചവൾ അവന്റെ അടുത്ത് വന്നു കിടന്നു. അവള് വന്നതറിഞ്ഞിട്ടും അവൻ കണ്ണു തുറന്ന് അവളെ നോക്കിയില്ല. അവള് മിണ്ടാതെ അവന്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവന്റെ ഉടല് വിറച്ചു. ആദ്യമായിട്ടായിരുന്നു അവൾ അങ്ങോട്ട് അവനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നത്. അവന്റെ കൈകളും അവളെ ചേർത്തു പിടിച്ചു. ഇക്കൊരു സങ്കടമില്ലിക്ക. ഇന്നെ ചൊല്ലി നിങ്ങളൊക്കെ തമ്മിൽ വഴക്കിടുന്നതാ ഇക്ക് സഹിക്കാൻ പറ്റാത്തെ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ പെട്ടെന്ന് അവളെ അവന്റെ ശരീരത്തിൽ നിന്നും പിടിച്ച് മാറ്റി മലർത്തി കിടത്തി. അവൾ നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കി. അനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ പെണ്ണെ പഠിക്കാൻ പോവാൻ? അവൻ മൃദുവായ ശബ്ദത്തിൽ അവളോട് ചോദിച്ചതും അവൾ ഇല്ല എന്ന് തലയാട്ടി. എനിക്കറിയാം ഷാഹി, അനക്ക് പഠിക്കാൻ പോവാ ഇഷ്ടാന്ന്. ഇവിടെ ആരും സമ്മതിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ ഈ എന്നോട് പോലും എൻ്റെ ആഗ്രഹം പറയാതിരിക്കുന്നേ? അവൻ സങ്കടത്തോടെ ചോദിച്ചു. അവൾ പെട്ടെന്ന് അവന്റെ മുഖം താഴ്ത്തി അവന്റെ കവിളിൽ അവളുടെ ചുണ്ടുകൾ പതിപ്പിച്ചു. അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു. അവൻ അവളെ നോക്കി. പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ ഷാഹി അതിനേക്കാൾ കൂടുതൽ മോഹിക്കുന്നത് ഇന്റെ ഇക്കാന്റെ മാത്രം ആവാനാ. ഈ മനസ്സിൽ ഇങ്ങളെ നിറച്ചതുപോലെ ഈ ശരീരത്തിലും ഇങ്ങളെ മാത്രം നിറയ്ക്കാൻ. അവൾ പ്രണയത്തോടെ അവനോട് പറഞ്ഞു. അവന്റെ കണ്ണുകൾ വിടർന്നു. സത്യം? അവൻ വിടർന്ന കണ്ണോടെ ചോദിച്ചു. സത്യം, അവൾ നാണത്തോടെ പറഞ്ഞു. അവന് സന്തോഷം കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു. അവൻ അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ ശരീരം വിറച്ചുപോയി. ആഷി എല്ലാ അർത്ഥത്തിലും അവന്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ പോവുകയാണ്. തുടരും.